ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റാണെന്നുള്ളത്. അതെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക്കും അത് തന്നെയാണ്. നമ്മൾ സാധാരണക്കാരാണ്. നമ്മളിൽ ഈ സീരിയൽ സിനിമ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പെൺകുട്ടികളും ആൺകുട്ടികളും പ്രായഭേദം ഇല്ലാതെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ എങ്ങനെയാണ് വരുന്നതെന്നോ, ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ടോയെന്നോ, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോയെന്നോ അങ്ങനെ സംശയമുള്ള ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്കൊരു സംശയ നിവാരണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് ചെറിയ രീതിയിലാണെങ്കിലും എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞോളാം. ആദ്യം നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റ, ഫേസ്ബുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് കുറവാണ് ഉപയോഗിക്കാത്തവർ. അതിൽ കാസ്റ്റിംഗ് കോൾ എന്നടിച്ചു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഇപ്പോൾ മലയാളം വേണോ, ഹിന്ദി വേണോ, ഇംഗ്ലീഷ് വേണോ, തമിഴ് വേണോ, തെലുഗു വേണോ, ഏത് ഭാഷയാണെങ്കിലും കാസ്റ്റിംഗ് കോൾസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഒത്തിരി ഉണ്ടാവും. ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്നത്. ഞാൻ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു. കാസ്റ്റിംഗ് കോൾ കണ്ട് നമ്മുടെ അതിലൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണോ അവർ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. അതിൽ കൂടുതലും വേണ്ട, കുറവും വേണ്ട. അങ്ങനെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഓഡിഷൻ ഒരു സെലക്ഷൻ ഉണ്ട്. അത് നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് മാത്രമേ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഉള്ളൂ. പക്ഷേ ഓഡിഷന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ എന്നെ ഓഡിഷന് സെലക്ട് ചെയ്തു. അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് പോയി. ഞാൻ ട്രിവാൻഡ്രമാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം. ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയാണ് എൻ്റെ സ്ഥലം. അവിടുന്ന് എറണാകുളത്തേക്ക് പോയി ഓഡിഷന് പങ്കെടുത്തു. അപ്പോൾ അവിടെ നമ്മളോട് എന്തെങ്കിലും അവർ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് തരും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാവുന്നതുണ്ടെങ്കിൽ ചെയ്തോളാൻ പറയും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു സാഹചര്യം ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് തരും. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന ഒരു ഡയലോഗായിരുന്നു പറഞ്ഞത്, ഒരു റൊമാൻറ്റിക് ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു ചെറിയ റോളൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു. അത് കുറച്ചൊരു വിഷമം തോന്നി. കാരണം നമ്മൾ കണ്ടിന്യൂറ്റി ഉള്ള ഒരു ക്യാരക്ടർ റോളല്ലേ ആഗ്രഹിക്കുന്നത്. നമ്മളോട് കുഞ്ഞു റോൾ, ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലുള്ള റോളുകൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് കയറണം, അതുകൊണ്ട് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ മേടിച്ചു. എന്നോട് പൊക്കോളാൻ പറഞ്ഞു. വിളി ഒന്നും വന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തു 2 മാസം, അതെ 2-2.5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞു ഒരു സീരിയൽ ഇപ്പോൾ സൂര്യ ടി വിയിൽ ഭാവന എന്ന് പറഞ്ഞ സീരിയൽ നടക്കുന്നുണ്ട്. അതിൽ ഒരു ഗസ്റ്റ് റോൾ, ഒരു ബ്യൂട്ടീഷ്യനായിട്ട് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു റോള് ഉണ്ട്. ഒരു 4-5 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും. വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ചെറിയ റോളാണ്, ഡയലോഗൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഗസ്റ്റ് റോളാണെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. 5 ദിവസത്തെ ഷൂട്ടായിരുന്നു. ഇവിടെ ബാലരാമപുരത്ത് വെച്ചായിരുന്നു ഷൂട്ട്. അപ്പോൾ ഞാൻ പോയി അഭിനയിച്ചു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സീരിയൽ, എൻ്റെ ഫസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആദ്യമായിട്ടൊക്കെ ഒരു 5 ദിവസം ഷൂട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിരുന്നു എനിക്ക്. അങ്ങനെ എന്നെ ടി വിയിൽ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ സർക്കിളിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ എന്നെ ആരും ഡിസ്കറേജ് ചെയ്തിട്ടില്ല. എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അവിടെ ഞാൻ പരിചയപ്പെടുന്ന അതായത് ഞാൻ ഓഡീഷന് പോയ സ്ഥലത്ത് 1-2 കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആൾക്കാർ നമ്മളെ വന്ന് പരിചയപ്പെടും, നമ്മുടെ നമ്പർ മേടിക്കും. അങ്ങനെ പരിചയപ്പെട്ടത് വഴി പിന്നെയാണ് ഞാൻ അതുവഴി വേറൊരു ഓഡിഷൻ, ട്രിവാൻഡ്രത്ത് തന്നെ വേറൊരു സീരിയലിൻ്റെ ഓഡിഷന് പോയി. പക്ഷേ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. ഇതൊരു പുതിയ സീരിയൽ. അവിടെ വെച്ചിട്ട് സജിച്ചേട്ടൻ, സാന്ത്വനത്തിലെ നിങ്ങൾക്ക് അറിയായിരിക്കും, സാന്ത്വന സീരിയൽ ശത്രുവായിട്ട് യേശോയുടെ ചേട്ടൻ സജിച്ചേട്ടൻ വഴി പിന്നെ എനിക്ക് കുറച്ച് സീരിയൽ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റായിട്ട് ചെയ്ത് കാതോട് കാതോരമാണ്. അത് പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ട്. നെക്സ്റ്റ് ഷെഡ്യൂളിൽ ഞങ്ങളുടെ ഇത് വരും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുടുംബശ്രീ ശാരദ, മാംഗല്യം തന്തുനാനേന, പിന്നെ ഹൃദയം, കുടുംബവിളക്ക്, അങ്ങനെ കുറേ സീരിയൽ ചെയ്തു. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് അഭിനയമാണ്. ഇതിന് മുന്നേ ടാക്സ് ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ആത്മാർത്ഥതയോടെ ആയിരുന്നു അവിടെ ജോലി ചെയ്തത്. എന്നാലും എൻ്റെ ഉള്ളിൽ ഇതല്ല, എനിക്ക് പറ്റിയത് ഇതല്ല, എനിക്ക് പറ്റത്തില്ല. എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി. ഞാൻ ചേച്ചിയോട് പറയും, ചേച്ചി ഞാൻ ചെയ്യാം, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മനസ്സ് പറയുന്നത് ഇതല്ല. ചേച്ചി പറഞ്ഞാൽ നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ മോൾക്ക് ഒരു 4 വയസ്സായി. അപ്പോഴാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് വിക്കു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാനും വിക്കുവും ചിന്തിച്ചു തുടങ്ങി. കാരണം ഇനി അവളൊന്നും കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു പ്രായമായി, നമുക്കിനി നോക്കി തുടങ്ങാം. അങ്ങനെ വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ
ഓരോ സ്റ്റെപ്പായി ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായി, ഇൻസ്റ്റയിലൊക്കെ കുറച്ച് കൂടുതൽ ആക്റ്റീവായിട്ട്, വലിയ ഫോളോവേഴ്സൊന്നും ഇല്ല, എന്നാലും ആക്റ്റീവായ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തന്നെയാണ്, ഞങ്ങളുടെ കഴിവിൽ തന്നെയാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ എന്ത് പറയാൻ, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോവുകയോ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഗ്ലാമർ റോൾ ചെയ്താലേ കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ കോൺസെപ്റ്റുള്ള ആൾക്കാരുണ്ട്. അതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഞാൻ കാറ്റഗറിയാണ്. എനിക്ക് ഗ്ലാമർ റോൾ ഇഷ്ടമല്ല, ഞാൻ അല്ലാതായി മാറും എന്നൊരു കോൺസെപ്റ്റാണ് എനിക്ക്. അതുകൊണ്ട് അപ്പോൾ ഇതൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് മാന്യമായിട്ട് കയറി വരാൻ പറ്റും ഈ ഒരു ഇൻഡസ്ട്രിയിൽ. അത് 100% ഉറപ്പാണ്. ഞാനാണ് ഇതിനുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും ആയിട്ടില്ല, എന്നെ ആർക്കും അറിയത്തതുമില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും അറിയുന്ന ഒരാളായി മാറുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി വലിയ ആളൊന്നും ആവണ്ട, ചെറിയ രീതിയിലെങ്കിലും എൻ്റെ ആഗ്രഹ സബലീകരണം എന്നുള്ള രീതിയിലെങ്കിലും ഈ ഇൻഡസ്ട്രിയിലോട്ട് കയറി വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ടാവും. അങ്ങനെ പെൺകുട്ടികൾക്കാണല്ലോ കുറച്ച് നെഗറ്റിവിറ്റി കേൾക്കാൻ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്നത്. ആരുടെയും വാക്ക് കേൾക്കാതെ ഒരു പേടിയും വേണ്ട, നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് നല്ല രീതിയിൽ കയറി വരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. സേഫായിട്ട് നന്മയുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കത് പറ്റിയത്. അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതായത് എങ്ങനെയാണ് കാസ്റ്റിംഗ് കോൾ കാണുന്നത്, അത് സെർച്ച് ചെയ്താൽ കിട്ടുമോ, അല്ലെങ്കിൽ എന്നാണ് അവർ അപ്ലോഡ് ചെയ്തേക്കുന്നത്, ഇതൊക്കെ മനസ്സിലാവും നോക്കിയാൽ. എന്നാലും ഇപ്പം 4 മാസത്തിന് മുന്നേ ഉള്ള കാസ്റ്റിംഗ് കോൾ ഇപ്പോൾ അയച്ചാൽ കിട്ടുമോ, അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാണ്. ഒരു 2-3 വീക്സിനകത്ത് നമ്മൾ അതിനകത്ത് ഇട്ട പോസ്റ്റാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാണുന്നതിന് എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. അതായത് ഗ്ലാമർ റോൾ ആണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾ നോക്കുന്നതെങ്കിൽ അങ്ങനെ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് കാണുന്ന എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണ്ടിയുള്ളതുണ്ടാവും. പിന്നെ ഭഗവാൻ നിങ്ങൾക്ക് അതിനൊരു അവസരം തരും. നമ്മുടെ ആഗ്രഹം അത്രയും ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് കാതോട്ടിലാണ്. പിന്നെ ഇനി കുറേ പുതിയ സീരിയലിൽ വരാൻ പോകുന്നു. അതിലൊക്കെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്, വിളിക്കും. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്, അതായത് ഞാൻ ഇത് സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 5 മാസം ഒരു 7-8 മാസം ആവും. എന്നാൽ ഒരു 4 മാസത്തിന് മുന്നേ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ഒരു ഇടഘട്ടത്തിൽ ഇങ്ങനെ ഡിപ്രഷനിലോട്ട് ഇതായിപ്പോയി. അന്ന് ഞാൻ ഒരുപാട് എൻ്റെ വാട്സപ്പിൽ എൻ്റെ ചാറ്റിൽ നിറച്ചും അറിയാത്ത നമ്പറാണ്, എൻ്റെ ബയോഡാറ്റ അയച്ചു കൊടുക്കുന്ന കുറേ നമ്പേഴ്സായിരുന്നു എനിക്ക്. പക്ഷേ അതിനൊന്നും റിപ്ലൈ ഇല്ലാതെ ഇങ്ങനെ ഞാൻ നോക്കി മാനസികമായിട്ട് ചിലപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നിയിരുന്നു ഒരു സമയത്ത്. ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. എനിക്ക് മികുലും മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞ് ഡിപ്രഷനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷ, ഞാൻ പറഞ്ഞു വിളിക്കും, വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ആരോടും പരിഭവം പറഞ്ഞിട്ടില്ല. അമ്മയോട് ഞാൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങളുടെ സമയം. അപ്പോൾ ഞാൻ ടാക്സ് ഓഫീസിൽ ജോലി വിട്ടു. ഒരു ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ, ഡിസംബർ പകുതിയായപ്പോൾ ഞാൻ ജോലി വിട്ടു. കാരണം എനിക്ക് ലീവ്, ഓഡിഷന് പോകണം. ഓഡിഷനൊക്കെ പങ്കെടുത്താൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ ലീവ് എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. നമ്മൾ എത്രയെന്ന് പറഞ്ഞാണ് അവരുടെ ഓഫീസിനെ നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഭാവന സീരിയൽ വിളിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ചെറിയ റോളുകളാണെങ്കിലും കുറേ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടും എനിക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ഒരു പേടിയും വേണ്ട. നിങ്ങളുടെ ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് തനിച്ച് പോയാലും സുഖമായിട്ട് 9 to 5 ജോലി ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ പോയി നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് തിരിച്ചു വരാം. പിന്നെ കുറച്ച് ഒരു 7 മണിയാവും, ചിലപ്പോൾ 8 മണിയാവും. അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അതിന് കൂടെ ആളുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആരെയും പേടിക്കാതെ പോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ. വരായികൾ എനിക്കറിയില്ല, എങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.